സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രാവിലെയാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. നമുക്ക് മധ്യ കേരളത്തിലേക്ക് വരാം. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ഉണ്ട്. ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ. മധ്യ കേരളത്തിൽ എവിടെയെങ്കിലും ബലാബലം പരീക്ഷിക്കുമോ? നറുക്കെടുപ്പുണ്ടോ? ടോസ് ഉണ്ടാകുമോ? വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ നറുക്കെടുപ്പ് ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. ഗുഡ് മോർണിംഗ് സുജയ. ഒന്നും രണ്ടുമല്ല, നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇന്ന് ഇത്തരത്തിൽ ഒരു തൃശങ്കുവിലായ സാഹചര്യമാണുള്ളത്. അവിടെ എന്തും സംഭവിക്കാം എന്ന് തന്നെ പറയേണ്ടി വരും. ചിലയിടത്ത് സ്വതന്ത്രന്മാർ തീരുമാനിക്കും, ചിലയിടത്ത് വിമതന്മാർ തീരുമാനിക്കും. മറ്റ് ചിലയിടങ്ങളിൽ ഇത്തരത്തിൽ ചിലപ്പോൾ ഒരു മുന്നണി തോൽപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ മറ്റ് രണ്ട് മുന്നണികളും കൈകോർക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എറണാകുളം ജില്ലയിലെ വടവുകോട് ബ്ലോക്ക് പഞ്ചായത്താണ്. അവിടെ ആകെ 14 ഡിവിഷനുകളാണ് ഉള്ളത്. ഇതിൽ 5 ഡിവിഷൻ LDF-നും 5 ഡിവിഷൻ UDF-നുമുണ്ട്. 4 സീറ്റുകൾ 2020-ക്കുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടോസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പോത്താനിക്കാട് പഞ്ചായത്തിലും ടോസിനുള്ള സാധ്യതയുണ്ട്. തിരുവാണിയൂർ, പുതുർക്ക്, കല്ലൂർക്കാട്, ചെങ്ങമനാട് തുടങ്ങിയ ഇടങ്ങളിലും ഇത്തരത്തിൽ ബലാബലം പരീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആലപ്പുഴ ജില്ലയിൽ 8 പഞ്ചായത്തുകളാണുള്ളത്. ഇടുക്കിയിൽ 5 പഞ്ചായത്തുകളുണ്ട്. കോട്ടയത്ത് 5 പഞ്ചായത്തുകളുണ്ട്. ഇടുക്കിയിൽ 4, തൃശ്ശൂരിൽ 7 പഞ്ചായത്തുകളുമാണ് ഇത്തരത്തിലുള്ളത്. പലയിടത്തും ഇത്തരത്തിൽ സ്വതന്ത്രന്മാരടക്കം നിർണായക തീരുമാനം എടുക്കാനുള്ള സാധ്യതയുണ്ട്. പലയിടത്തും ചർച്ചകൾ തുടരുകയാണ്. മാത്രവുമല്ല, മുന്നണികളെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മുന്നണികൾക്കുള്ളിലും സമവായം എത്താത്ത സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടക്കേക്കര പഞ്ചായത്തിൽ CPM-ഉം CPI-യും ഇതുവരെ സീറ്റ് ധാരണയിൽ എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിൽ ലീഗും കോൺഗ്രസും തമ്മിലും ഇപ്പോഴും ചർച്ചകൾ തുടരുന്നുണ്ട്. അവസാന നിമിഷം എന്തും സംഭവിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതേസമയം ജില്ലാ പഞ്ചായത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. എല്ലായിടത്തും ഏകപക്ഷീയമായി തന്നെയാണ് വിജയം ഉറപ്പിച്ചിട്ടുള്ളത് UDF. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊക്കെ തന്നെ അത്തരത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എറണാകുളം ജില്ലയിലെ വടവുകോട് ബ്ലോക്ക് പഞ്ചായത്താണ്. സുജിയ, ഓക്കെ, നമുക്കപ്പോൾ അതിനായിട്ടൊക്കെ കാത്തിരിക്കാം. വടക്കൻ കേരളത്തിലേക്ക് പോകാം. AK അഭിലാഷ് വീണ്ടും എത്തുന്നു. AK അഭിലാഷ്, വടക്കൻ കേരളത്തിലാണ് മൊത്തത്തിൽ ടോസും അതുപോലെ തന്നെ ട്വിസ്റ്റുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യത എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. വടക്കൻ കേരളത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്? തീർച്ചയായിട്ടും വടക്കൻ കേരളത്തിൽ കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ത്രിശങ്കുവായിട്ടുള്ള ഭരണമുണ്ട്. അവിടെ പലപ്പോഴും ടോസ് വേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് അറിയാം, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഇത്തവണ UDF ആണ് പിടിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDF-ന്റെ ഒരു പ്രതിനിധി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ തിരുവമ്പാടിയിൽ തുല്യനിലയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ UDF വിമതനായി മത്സരിച്ച ജിതിൻ പുല്ലാട്ടിനെ സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ച് അവിടെ പ്രസിഡന്റ് പദവി UDF ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം 540ഓളം വോട്ടുകൾക്കാണ് സ്വന്തം പാളയത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. അന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു, നടപടിയെടുത്തിരുന്നു. പക്ഷേ അദ്ദേഹത്തെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സമാനമായ സാഹചര്യത്തിൽ നടപടിയെടുത്ത ആളുകളെയൊന്നും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നിവിടെ പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ 4 പഞ്ചായത്തുകളിൽ ഏതാണ്ട് ഈ തുല്യനിലയുള്ളത് കൊണ്ട് തന്നെ അവിടെ ടോസ് വേണ്ടിവരും. ഇതിൽ പ്രധാനമായും നന്മണ്ട, കോട്ടൂർ പഞ്ചായത്തുകൾ കാലാകാലങ്ങളെ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. ആ പഞ്ചായത്തുകളിൽ മറുഭാഗം ജയിച്ചു കയറുകയാണെങ്കിൽ അതൊരു ചരിത്രമാവും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റ് 2 പഞ്ചായത്തുകൾ കൂടി തുല്യനിലയുണ്ട്. അവിടെയും ഈ സ്വതന്ത്രയുടെയും അതോടൊപ്പം തന്നെ വിമതരുടെയും ഒക്കെ പങ്കാളിത്തം പ്രധാനപ്പെട്ടത് തന്നെയാകും. ഏതായാലും ഇന്ന് കോഴിക്കോടെ സംബന്ധിച്ചും മലബാറിനെ സംബന്ധിച്ചും നിർണായകമായ ദിനം കൂടിയാണ്. സുജി, ഓക്കെ, AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.